പറയുന്നൊരു ഐറ്റം കാണും. ആനിമേഷൻ, വ്യൂ, ഔട്ട്പുട്ട്, ദെൻ ബിം 360, അതറിയാം ബിം 360. ഓക്കെ, രണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണും. ഞാൻ വ്യൂ എടുത്തു കഴിഞ്ഞാണല്ലോ, ഷോ ടൈറ്റിൽ ബാർസ്, ലോഡ് വർക്ക് സ്പേസ്, സേവ് വർക്ക് സ്പേസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. ഇതെന്താണെന്നറിയാമോ? ഇവിടെ ഞാൻ ഈ വ്യൂവിനകത്ത് വന്നു കഴിഞ്ഞാൽ നാവിഗേഷൻ ബാർ പോയ കണ്ടോ കിട്ടും. യൂട്യൂബിനകത്ത് വന്നാൽ യൂട്യൂബ് പോയി കണ്ടോ എല്ലാം. ഈ ഷോ ടൈറ്റിൽ ബാർ കിട്ടില്ല. ഓക്കെ, വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്പേസിന് പറയുന്നവരാണ് വർക്ക് സ്പേസ്. ഈ വർക്ക് സ്പേസിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളെ കൊണ്ട് ആദ്യം തന്നെ കൊണ്ട് ഇടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നമ്മൾ നവിസ്വർക്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടില്ലെങ്കിലും നോ പ്രോബ്ലം, നമുക്ക് അറ്റ് ദ ടൈം അറിയാമെങ്കിൽ പോയി എടുക്കാം. ഓക്കെ, അപ്പോൾ ലോഡ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും കേട്ടോ. സേഫ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. സേഫ് മോഡ് എന്ന് പറയുന്ന രീതി ഇതാണ്. ഓക്കെ, അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ട്രീ വന്നിട്ടുണ്ട്. എന്താണ് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ബാർ കാണാൻ പറ്റും. ഓക്കെ, then സേവ് വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു ബാറുണ്ട്, പ്ലാൻ വ്യൂ ഉണ്ട്, കമാൻഡ് ടാബ് എന്ന് പറഞ്ഞ കുറേ വ്യൂസുള്ള കുറേ പാനൽസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. ഇതാണ് സേഫ് മോഡ്. ഓക്കെ, ഈ നവിസ്വർക്ക് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു വർക്ക് സ്പേസ് വ്യൂ ഉണ്ട്. ആ എക്സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നവിസ്വർക്ക് എക്സ്റ്റെൻഡിലുള്ള വർക്ക് സ്പേസ് വ്യൂ. ഓക്കെ, വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇതേ ഒരു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേജുകളെ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് ടൂൾസ് പോയി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസിനെല്ലാം സെറ്റ് ചെയ്ത് പ്രീസെറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അതിലൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന നവിസ്വർക്കിൻ്റെ ഇപ്പം നമ്മൾ എടുത്തതാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന നവിസ്വർക്ക് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതിനകത്ത് പോയി കഴിഞ്ഞാൽ സെലക്ഷൻ ട്രീ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്ലാൻ വ്യൂ ഉണ്ട്, പിന്നെ എന്താണ് ഫ്ലാഷ് ഡിറ്റക്റ്റീവ് പാനലുണ്ട്, സെറ്റ്സ് ഉണ്ട്, മെഷർ ടൂൾസ് ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ് വീണ്ടും ഉണ്ട് കണ്ടോ നവിസ്വർക്ക് സ്റ്റാൻഡേർഡ് വ്യൂ ഇതാണ് സ്റ്റാൻഡേർഡ് വ്യൂ. അടുത്ത സ്റ്റാൻഡേർഡ് അല്ലാതെ മിനിമൽ വ്യൂ, നമ്മൾ മിനിമൽ വ്യൂ ഇതാണ് നവിസ്വർക്കിൻ്റെ മിനിമൽ വ്യൂ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഇതുപോലെ വ്യൂസ് സെറ്റ് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുക. ഇനി വർക്കിനെ കൊണ്ടുവരണ്ടോ? എങ്ങനെ വർക്കിനെ കൊണ്ടുവരും? ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് കൊണ്ടുവരുന്ന വർക്കിനെ? വർക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? റെവിറ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. CAD മോഡലിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതെവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും? ഇമ്പോർട്ട് എവിടെ നിന്നാണ് ചെയ്യുന്നത്? ഇൻസേർട്ടിനകത്ത്. ഇതിനകത്ത് ഇൻസേർട്ട് ഉണ്ടോ? ഇതിനകത്ത് ഇൻസേർട്ട് ഇല്ല. ഔട്ട്പുട്ട് ആ അതില്ലല്ലോ. ഓക്കെ, ഞാൻ ഇത് കണ്ടോ ആപ്ലിക്കേഷൻ ബാറില്ലേ, അതിനകത്ത് പോവുക. ഓക്കെ, ഓപ്പൺ കൊടുക്കും. ഓപ്പൺ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഞാൻ നമ്മുടെ ലൈസൻസ് കിടക്കുന്ന സാമ്പിൾ ഫയലിനകത്തോട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നിടത്തോട്ട് പോയി നമുക്ക് എടുക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ റെവിറ്റിൻ്റെ ഫയൽ നമുക്ക് എടുക്കാം. നവിസ്വർക്കിന് ഞാൻ പറഞ്ഞ 3 ഫയൽസ് ഉണ്ട്. NWC ഉണ്ട്, NWD ഉണ്ട്, NWF എന്ന് പറയുന്ന ഫയൽസ് ഉണ്ട്. ഈ 3 ഫയൽ എക്സ്റ്റൻഷനുള്ള ഫയൽസ് നമുക്ക് നവിസ്വർക്കിൽ ഓപ്പൺ ചെയ്യാം. കൂടാതെ റെവിറ്റിൻ്റെ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, റെവിറ്റിൻ്റെ ഓട്ടോക്കാഡിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്യാം കേട്ടോ. സോ ഞാനിത് വെക്കുന്നു. ഫസ്റ്റ് എന്താണ്, ഞാൻ സി ഡ്രൈവിൽ വരുന്നു. എന്നിട്ട് സി ഡ്രൈവിൽ വന്നിട്ട് പ്രോഗ്രാം ഫയൽസ് എടുക്കുന്നു. പ്രോഗ്രാം ഫയൽസിനകത്ത് ഓട്ടോ ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഓട്ടോ ഡെസ്കിനകത്ത് നവിസ്വർക്ക് 2021 മാനേജ് ഉണ്ട്. ഓക്കെ, മാനേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ സാമ്പിൾസ് എന്ന് പറഞ്ഞ ഫോൾഡറാണ്. ഓക്കെ, ഈ സാമ്പിൾസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ബാർട്ട് സിറ്റി,
ഓക്കെ, കണ്ടോ ഇതെല്ലാം എന്താണ് നവിസ്വർക്കിൻ്റെ ഫയൽസ് ആണ് കേട്ടോ. NWD എല്ലാം നമുക്കെല്ലാം വേണം. ഓൾ ഫോർമാറ്റ് ഉണ്ടോ, ഓൾ ഫയൽസ് സ്മാർട്ട് സിറ്റി ലോഗോസ് ഉണ്ടോ, ലോഗോസ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. ഗേറ്റ് ഹൗസ്, ഓക്കെ. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആർക്കിടെക്ചറൽ കോൺഫറൻസ്, MEP സ്ട്രക്ചറൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫയൽസ് കിടക്കുന്നുണ്ടോ. ഓക്കെ, നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലൈബ്രറി, ക്വാണ്ടിഫിക്കേഷൻ, എൻവിറോഡോം, ഐസ് സ്റ്റേഡിയം. ഞാനിപ്പോൾ ഈ ഐസ് സ്റ്റേഡിയം എടുത്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ കണ്ടല്ലോ, നാവിസ്വർക്ക് ഡോക്യുമെൻ്റ് ഫയലാണ്, NWD ഫയലാണ്. ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുത്തപ്പം ആ ഫയല് ഓർബിറ്റ് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്തിപ്പോൾ. ഓക്കെ, ഇങ്ങനെ ഞാനിതിനെ ഓർബിറ്റ് ചെയ്തു. ഇവിടെ പോയി ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്തു. ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഏരിയയിൽ പോയി റൈറ്റ് ക്ലിക്ക് കൊടുത്തു. അപ്പോൾ എനിക്കിത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു വയലറ്റ് കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ, എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പ്ലെയിൻ എന്നും പറഞ്ഞിട്ട് കിടക്കണം. ഞാനത് ഗ്രാജുവേറ്റ് എടുക്കുന്നു. ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കളർ എടുത്തു. ആ ഒരു കളറായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബിൽഡിംഗ് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഒരു ആകാശം അപ്പുറത്തുണ്ട് നമുക്ക് തോന്നാം. ഓക്കെ, പിന്നെ അഗെയിൻ ഇവിടെ റൈറ്റിലേക്ക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതും അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് ഒറൈസൺ കൊടുക്കാം. ഒറൈസൺ കൊടുത്തു കഴിഞ്ഞാൽ ആകാശം കൊണ്ടുള്ള ഭൂമിയുണ്ട്. ഓക്കെ, ഇത് സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അപ്പം ഒരു രീതി നമ്മൾ ഇതുപോലെ നമ്മൾ എന്തെടുത്തു, മോഡലിനെ നമ്മൾ എടുത്തു ഇല്ലേ, ഡയറക്റ്റ് നാവിസ്വർക്കിൻ്റെ ഫയൽ പോയി നമ്മൾ എടുത്തു. ഇനി ഞാൻ വേറൊരു കാര്യം നോക്കാം, ഞാനൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. റെവിറ്റിൻ്റെ ഫയൽ ഓപ്പൺ ആകുമോ എന്ന് നോക്കട്ടെ. റെവിറ്റിൻ്റെ ഫയൽ ഓപ്പൺ ലൈബ്രറീസ്, സോറി സി പ്രോഗ്രാം ഫയൽസ്, ഓട്ടോഡെസ്ക്, റെവിറ്റ് 2021. ഓക്കെ, ഞാൻ അതിലൊരു സാമ്പിൾ ഫയൽസിലേക്ക് വന്നു. റെവിറ്റിൻ്റെ ആർക്ക് ലിങ്ക് മോഡൽ ഇതിലേതാണ് കാണാൻ പറ്റുന്ന ബേസിക് സാമ്പിൾ ഫാമിലി ലോഡിങ് RME ഫയൽസ്. ഓക്കെ, റെവിറ്റിൻ്റെ ഫയൽ ലോഡ് ആവുന്നുണ്ടോ. ഫയൽസ് വല്ല അറിയാമോ എടുക്കുന്നത്, ഞാനത് നോക്കില്ല. ബീം പ്രോജക്റ്റ് ഗോൾഡൻ ഫാമിലീസ് അറിയുന്നത് RME 2 വർഷം സാമ്പിൾ പ്രൊജക്റ്റ്.
കാണുന്നുണ്ടോ? റെവിറ്റിന്റെ ഫയൽ ഇതുപോലെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പം റെവിറ്റിന്റെ ഫയലിൽ നമുക്ക് ഇങ്ങനെ ഉണ്ട്, നവിസ്വർക്കിനകത്ത് ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നവിസ്വർക്കിന്റെ തന്നെ ഫയലും എടുക്കാൻ പറ്റും, റെവിറ്റിന്റെ ഫയലും ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റെവിറ്റ് മാത്രമല്ല ഓട്ടോകാഡിന്റെ ഫയൽസ് ഇതേപോലെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഒന്നും കൂടെ അടുത്ത ന്യൂ എടുക്കണം. ന്യൂ ഫയൽ എടുത്തു. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളൊരു ഫയൽ കണ്ടു, നിങ്ങൾ കിട്ടുന്ന ഇങ്ങനെ ഒരു ഫയലായിട്ടായിരിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഫയലായിട്ടായിരിക്കില്ല കിട്ടുന്നത്. പകരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് ആർക്കിടെക്ചറൽ ഫയല്, ഓക്കെ, സ്ട്രക്ചർ ഫയല്, MEP ഫയൽ, ഇത് 3 എണ്ണമായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, എന്തിനായിട്ട് 3 എണ്ണമായിട്ട് തരുന്നത്? എന്തിനാണ് ഇത് 3 എണ്ണമായിട്ട് തരുന്നത്? എന്തിനായിരിക്കും? വളരെ അവർക്ക് ഒരു ബിൽഡിംഗ് ആക്കിയിട്ട് മൊത്തം ഒരു ഫയലും കൂടെ ഒരാൾക്ക് നിന്നാൽ പോലെ അതെന്താ അവരങ്ങനെ തരാൻ? അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫയൽ മാത്രം വന്നാൽ പോലെ 3 എണ്ണം കൂടെ സെപ്പറേറ്റ് തരേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്താണ് മേർജ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ടാവും കേട്ടോ. സോ അപ്പൻഡ് കമാൻഡ് യൂസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൻഡ് കമാൻഡ് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ഫയൽസ് ആണോ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത്? ആർ ഫയല്, MEP ഫയല്, എന്താണ് സ്ട്രക്ചർ ഫയൽ, ഇത് 3 കൂടെ വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കും? ആർക്ക് എടുക്കണം, MEP എടുക്കണം, സ്ട്രക്ചർ ഫയൽ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനതെടുത്ത് പ്രോഗ്രാം ഫയൽസ് എടുത്തു. ഓക്കെ, പിന്നെ ഓട്ടോഡെസ്ക് മാനേജ്. Okay, then sample files, creating library, getting started. R file, control, MEP, structure, open. Okay, ഇത് 3 കൂടെയുള്ള ഫയലായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. കണ്ടോ? 3 കൂടെ അതിൻ്റെ ആർക്കുണ്ട്, സ്ട്രക്ചർ ഫയലുണ്ട്, MEP ഫയലുണ്ട്. കാണുന്നത് എന്താണ്? ഒരു ആർക്ക് ഫയൽ മാത്രമേ ഉള്ളൂ കൊടുക്കുമ്പോൾ ആർക്ക് സ്ട്രക്ചറും MEP ഫയലും അതിനകത്ത് ഉണ്ട്. ഫുള്ളി ഫങ്ഷൻ്റെ ബിൽഡിംഗ് ആണ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ ബിൽഡിങ്ങിന് ഫ്ലാഷ് വേണം അനാലിസിസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഫയലിനെ അപ്പൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഇത് എളുപ്പമാണ്. അപ്പൻ പ്രോജക്റ്റ് പോയി 3 കൂടെ പോയി പിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി, അപ്പൻഡ് ആയിരിക്കും. ഓക്കെ, ഈ ക്ലാഷ് ചെയ്യുന്നതിന് മുമ്പ് വേറെയും കുറേ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. അത് കാണിച്ചാൽ അളവിൽ വേണമെങ്കിൽ കിട്ടും കേട്ടോ. ഓക്കെ, നാളെ തരാൻ പറ്റി ഗ്രാജുവേറ്റഡ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഹൊറൈസൺ നമുക്ക് ഫിൽ ചെയ്യിപ്പിക്കണം. ഹൊറൈസൺ ഫിൽ ചെയ്യിപ്പിക്കാം, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ദെൻ ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തല്ലേ. അപ്പോൾ ഇതിന് 3നും ഇത് 3 ചേർന്നൊരു ഫയലാണ് അല്ലേ. നമ്മളിതിന് പല സൈഡിൽ നിന്ന് നമ്മൾ നോക്കുക. വ്യൂ പോയിന്റ് എന്ന് പറയും, ഉണ്ടോ? വ്യൂ പോയിന്റ് അറിയാമല്ലോ. വ്യൂ പോയിന്റ് സെറ്റ് ചെയ്യാൻ അറിയാമോ? വ്യൂ പോയിന്റ് ആനിമേറ്റ് ചെയ്യാൻ അറിയാമോ? അറിയാമോ? ഇല്ല. ഓക്കെ, അപ്പോൾ വ്യൂ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. വ്യൂ പോയിന്റ്. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ നിന്ന് നോക്കുക. അപ്പോൾ ഇതിനെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ടല്ലേ, കൊള്ളാമല്ലേ. ഓക്കെ, ഞാൻ എന്തെടുത്തു? ഈ വ്യൂ പോയിന്റ് ഞാൻ സേവ് ചെയ്തെടുത്തു. ഓക്കെ,
ഇവിടെ പോയി ഞാൻ സേവ് വ്യൂ പോയിന്റ് കൊടുത്തു. അപ്പോൾ എന്താണ് സേവ്ഡ് വ്യൂ പോയിന്റിനകത്ത് view1 എന്ന് പറഞ്ഞിട്ട് വരും. സോ view1, ഓക്കെ, view1 അടുത്ത ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് MP3 ക്ലിക്ക് ചെയ്താൽ മതി, ഓർബിറ്റ് ആവും. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ സൈഡിൽ നിന്ന് കൊടുത്തില്ല, അഗൈൻ എന്നിട്ട് വ്യൂ പോയിന്റ് view2. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാൻ എന്തെടുത്തു, ഇതിനെ വീണ്ടും ഞാൻ ഷിഫ്റ്റ് കൊടുത്ത് ഞാൻ ഓർബിറ്റ് ചെയ്തു. ഈ ഒരു സൈഡിലെ വ്യൂ ഞാൻ എടുത്തു. എന്താണ് അടുത്തല്ലേ എനിക്ക് അല്ലാതെ ഇപ്പം ഞാനിങ്ങനെ വരും, മൂന്നാമതൊരു വ്യൂ പോയിന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. മൂന്നാമത് വ്യൂ പോയിന്റ് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? മൂന്നാമത് ഇവിടെ പോയി ഒന്നില്ലെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വ്യൂ പോയിന്റിനകത്ത് പോവുക, സേവ് വ്യൂ പോയിന്റിനകത്ത് പോവുക. ഓക്കെ, വ്യൂ പോയിന്റ് കൊടുക്കാം, മൂന്നാമതൊരു വ്യൂ പോയിന്റ് view3. ഓക്കെ, അടുത്തത് വീണ്ടും ഞാനിതിനെ ഓർബിറ്റ് ചെയ്യുക. ഈ ഒരു വ്യൂ ഞാൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അടുത്ത view4. ഓക്കെ, ഇതിനടുത്ത വ്യൂ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇത് ഞാൻ നോക്കുന്നു. ഓക്കെ, അടുത്ത വ്യൂ 5. ഓക്കെ, ഇത് മാറി നോക്കുന്നു 6. ഓക്കെ, 10. ഞാൻ ഫ്രണ്ടിൽ വന്ന് ഈ സൈഡിൽ വന്ന് 9. വ്യൂ പോയിന്റ് എല്ലാം ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കി. view1, ഇത് view2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. അപ്പം ഈ ഇത്രയും വ്യൂസ് ഞാൻ ഇതിനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ വ്യൂവിനെ എല്ലാത്തിനെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കാൻ പോവാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, ഫോൾഡർ കൊടുക്കുന്നു, വ്യൂ പോയിന്റ് അല്ലേ, വ്യൂ പോയിന്റ് ഫോൾഡറാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ വ്യൂ പോയിന്റ് ക്രിയേറ്റ് ആയി. ഇത് കണ്ടോ, ഇത്രയും ഞാൻ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് വൺ ടു ലാസ്റ്റ് വൺ. എന്നിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഇതിന് ഇങ്ങോട്ടേക്ക് ഇട്ടു, ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ആ ഫോൾഡറിനകത്ത് അതെല്ലാം ആയി. ഓക്കെ, ഇനി ഇതെല്ലാം ഞാൻ ഈ വ്യൂ പോയിന്റ് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ആനിമേഷൻ ഞാൻ കൊടുക്കും. ആനിമേഷൻ ഞാൻ ഓക്കെ കൊടുത്തു. ഈ ആനിമേഷൻ എടുത്തിട്ട് ഞാനിവിടെ പോയിട്ട് ആനിമേഷൻ ഇതും ലാസ്റ്റ് വൺ ആഡ് ആനിമേഷൻ. ഓക്കെ, ആനിമേഷൻ ആനിമേഷൻ വ്യൂ പോയിന്റ് ആനിമേഷൻ എന്താ ആനിമേഷൻ കൊടുക്കാൻ
ഇതിൽ കൊടുക്കും. അതിനകത്ത് ആനിമേഷൻ സെലക്ട് ചെയ്യണം. അതാ പറയുന്നത്. ആ വ്യൂ പോയിന്റ് കൊടുത്തനുസരിച്ച് അതവിടെ പ്ലേ ആയി. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മളിപ്പോൾ ഒത്തിരി കേട്ടോ. ഒന്നും എടുക്കണ്ട വീഡിയോ.